بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. വചനം 14. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ഇന്നമിൻ അസ്വാജിക്കും, നിശ്ചയമായും നിങ്ങളുടെ ഇണകളിലുണ്ട്, ഭാര്യമാരുടെ കൂട്ടത്തിലുണ്ട്, വ ഔലാദിക്കും, നിങ്ങളുടെ മക്കളിലും, അദുവൻ, ഒരുതരം ശത്രു, ചില ശത്രുക്കൾ, ലക്കും, നിങ്ങൾക്ക്, ഫഹ്ദറൂഹും, അതുകൊണ്ട് അവരെ സൂക്ഷിക്കുവേൻ, ജാഗ്രത വെക്കുക. വ ഇൻ തഅഫു, നിങ്ങൾ മാപ്പ് നൽകുന്ന പക്ഷം, വതസ്ഫഹു, വിട്ടുകൊടുക്കുകയും, വതഗ്ഫിറു, നിങ്ങൾ പൊറുത്തു കൊടുക്കുകയും, ഫഇന്നല്ലാഹ, എന്നാൽ അല്ലാഹു, ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, കരുണാനിധിയാണ്. ഹേ വിശ്വസിച്ചവരെ, നിശ്ചയമായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും തന്നെ നിങ്ങൾക്ക് ഒരുതരം ശത്രുക്കളുണ്ട്. അതിനാൽ നിങ്ങൾ അവരെ കാത്തു സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ മാപ്പു നൽകുകയും വിട്ടുകൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിലോ നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. വചനം 15. ഇന്നമ അംവാലുക്കും, നിശ്ചയമായും നിങ്ങളുടെ സ്വത്തുക്കൾ, വ ഔലാദുക്കും, നിങ്ങളുടെ മക്കളും, ഫിത്നത്തുൻ, ഒരു പരീക്ഷണം തന്നെ, ഒരു പരീക്ഷണം മാത്രമാണ്, വല്ലാഹു, അല്ലാഹുവാകട്ടെ, ഇൻദഹു, അവന്റെ പക്കലുണ്ട്, അജ്റുൻ അലീമുൻ, വമ്പിച്ച പ്രതിഫലം, കൂലി. നിശ്ചയമായും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ മക്കളും ഒരു പരീക്ഷണം മാത്രമാണ്. അല്ലാഹുവാകട്ടെ, അവന്റെ പക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് താനും. فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون. വചനം 16. ഫത്തഖുല്ലാഹ, അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ, മസ്തതഅതും, നിങ്ങൾക്ക് സാധ്യമായത്, കഴിയുന്നത്ര, വസ്മഉ, കേൾക്കുകയും ചെയ്യുവിൻ, വഅതിഉ, അനുസരിക്കുകയും ചെയ്യുവിൻ, വഅൻഫിഖു, ചിലവ് ചെയ്യുകയും ചെയ്യുവിൻ, ഖൈറൻ, ഗുണമായിട്ട്, ഗുണമായ നിലക്ക്, ലിഅൻഫുസിക്കും, നിങ്ങൾക്ക് തന്നെ, നിങ്ങളുടെ ദേഹങ്ങൾക്കു വേണ്ടി, ആത്മാക്കൾക്കു വേണ്ടി, വമൻ യൂഖ, ആർ കാക്കപ്പെടുന്നുവോ, രക്ഷിക്കപ്പെടുന്നുവോ, ശുഹ്ഹ നഫ്സിഹി, തന്റെ മനസ്സിന്റെ പിശുക്ക്, സ്വദേഹത്തിന്റെ പിശുക്ക്, ആർത്തിയിൽ നിന്ന്, ഫഉലൈക ഹും, എന്നാൽ അക്കൂട്ടർ തന്നെ, അൽ മുഫ്ലിഹൂൻ, വിജയികൾ.
അതുകൊണ്ടു നിങ്ങൾക്ക് സാധ്യമായ പ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾക്കു സ്വന്തം തന്നെ ഗുണകരമായ നിലക്ക് ധനം ചെലവഴിക്കുകയും ചെയ്യുവിൻ. യാതൊരുവൻ അവന്റെ മനസ്സിന്റെ പിശുക്കിൽ അഥവാ ആർത്തിയിൽ നിന്നും കാത്തുരക്ഷിക്കപ്പെടുന്നുവോ അങ്ങനെയുള്ളവർ തന്നെയാണ് വിജയികൾ. إن تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم والله شكور حليم. വചനം 17. ഇൻ തുഖ്രിദു, നിങ്ങൾ കടം കൊടുക്കുന്ന പക്ഷം, അല്ലാഹുവിന്, ഖർദൻ ഹസനൻ, നല്ലതായ കടം, യുദാഇഫുഹു ലക്കും, അതിനെ അവൻ നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരും, വയഗ്ഫിർ ലക്കും, നിങ്ങൾക്കവൻ പൊറുക്കുകയും ചെയ്യും. വല്ലാഹു ശക്കൂറുൻ, അല്ലാഹു വളരെ നന്ദിയുള്ളവനാണ്. ഹലീമുൻ, സഹനശീലനാണ്. അല്ലാഹുവിനു നിങ്ങൾ നല്ലതായ കടം കൊടുക്കുന്ന പക്ഷം അവൻ നിങ്ങൾക്കു അത് ഇരട്ടിയാക്കി തരുന്നതാണ്, നിങ്ങൾക്ക് പുറത്തു തരുകയും ചെയ്യും. അല്ലാഹു വളരെ നന്ദിയുള്ളവനും സഹനശീലനുമാകുന്നു. ആലിമുൽ ഗൈബി വശ്ശഹാദത്തിൽ അസീസുൽ ഹകീം. വചനം 18. ആലിമുൽ ഗൈബി, അദൃശ്യത്തെ അറിയുന്നവനാണ്. വശ്ശഹാദ, ദൃശ്യത്തെയും പരസ്യമായതിനെയും. അൽ അസീസു, പ്രതാപശാലിയാണ്. അൽ ഹക്കീമു, അഗാധജ്ഞനാണ്, യുക്തിമാനാണ്. അവൻ അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാണ്, പ്രതാപശാലിയാണ്, അഗാധജ്ഞനാണ്. 14-15 വചനങ്ങളുടെ വിശദീകരണം. നിത്യേന നാമെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ് അല്ലാഹു ഈ വചനങ്ങളിൽ ഉണർത്തുന്നത്. മനുഷ്യൻ അവന്റെ ഐഹിക ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളുടെ സിംഹഭാഗവും തന്റെ ഭാര്യാമക്കളെ ചൊല്ലിയോ അല്ലെങ്കിൽ അവരുടെ ഹേതുമൂലം സംഭവിക്കുന്നതോ ആയിരിക്കും. ഭാര്യാമക്കളുടെ നിർബന്ധത്തിനും ശാഠ്യത്തിനും വഴങ്ങി, അല്ലെങ്കിൽ അവരോടുള്ള വാത്സല്യ നിമിത്തം, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കൊള്ളരുതായ്മ മൂലം അവൻ പല അപകടത്തിലും വേണ്ടാവൃത്തിയിലും ചെന്നു ചാടും. അപമാനം സഹിക്കേണ്ടി വരുന്നു, അക്രമത്തിനും വഞ്ചനക്കും ഒരുമ്പെടുന്നു, കുടുംബങ്ങളോടും മിത്രങ്ങളോടും പിണങ്ങേണ്ടി വരുന്നു, ദാനധർമ്മങ്ങൾ മുടങ്ങേണ്ടി വരുന്നു, ദുർവ്യയം ചെയ്യുന്നു, കടം പേറുന്നു, വാഗ്ദത്തം ലംഘിക്കുന്നു, മതപരവും സദാചാരപരവുമായ നിർബന്ധ കടമകൾ ഉപേക്ഷിക്കുന്നു. അങ്ങനെ പലതും. ചുരുക്കത്തിൽ ഐഹികവും പാരത്രികവുമായ തുറകളിൽ അവർ നിമിത്തം അവന് നേരിട്ടേക്കുന്ന ദോഷങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് ഭാര്യാമകൾ നിമിത്തം ഇങ്ങനെയുള്ള ദുരവസ്ഥയിൽ പതിക്കുവാൻ കാരണമാക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും വളരെ ജാഗ്രതയും സൂക്ഷ്മതയും കൈക്കൊള്ളണമെന്ന് അല്ലാഹു സത്യവിശ്വാസികളെ താക്കീത് ചെയ്യുന്നു. അതേസമയത്ത് മറ്റൊരു വശവും നോക്കേണ്ടതായുണ്ട്. ഒരാളുടെ ഭാര്യാമക്കൾ സ്വാഭാവികമായും അയാളുടെ അത്ര തന്നെ പാകത പ്രാപിച്ചവരായിരിക്കയില്ലല്ലോ. അവരെ നന്നാക്കി തീർക്കേണ്ടുന്ന ചുമതലയും അവനുണ്ട്. ആകയാൽ അവരിൽ നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾക്കെല്ലാം അവർക്കെതിരെ നടപടിയെടുക്കുവാൻ മുതിരുന്നതും ശരിയല്ല. ചില സന്ദർഭങ്ങളിൽ അത് ആവശ്യവും സ്വീകാര്യവുമായിരിക്കാമെന്നു മാത്രം. കഴിയുന്നതും ക്ഷമിക്കുക, മാപ്പും വിട്ടുവീഴ്ചയും കൈക്കൊള്ളുക. ഇതാണ് കരണീയമായിട്ടുള്ളത്. ഇതിന് പ്രോത്സാഹനം നൽകുക മാത്രമല്ല അല്ലാഹു ചെയ്തിരിക്കുന്നത്. അതുനിമിത്തം അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള പൊറുതിയും കാരുണ്യവും ലഭിക്കുമെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. 14-ാം വചനത്തിന്റെ അവസാന ഭാഗം നോക്കുക. അപ്പോൾ നല്ലതും ചീത്തയും നോക്കാതെ, ന്യായാന്യായ വ്യത്യാസം കൂടാതെ, ഹലാലും ഹറാമും അഥവാ പാടുള്ളതും പാടില്ലാത്തതും ആലോചിക്കാതെ കണ്ടമാനം ഭാര്യാമക്കളുടെ ഇഷ്ടത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർക്കും നേരെ മറിച്ച് വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം സ്വന്തം ഭാര്യയെയും മക്കളെയും ശാസിച്ചും മർദ്ദിച്ചും വരുന്നവർക്കും ഈ വചനത്തിൽ താക്കീതുണ്ടെന്നു കാണാം. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, അഥവാ നിങ്ങളുടെ സ്വത്തുക്കളും മക്കളും ഒരു പരീക്ഷ മാത്രമാണ് എന്ന വാക്യവും വളരെ ശ്രദ്ധാർഹമായ ഒരു തത്വമാണ് ഉൾക്കൊള്ളുന്നത്. അതെ, ഐഹികവും പാരത്രികവുമായ നന്മകൾക്ക് കാരണമായി തീരുന്നതുപോലെ തന്നെ ഐഹികവും പാരത്രികവുമായ തിന്മകൾക്കും അത് രണ്ടും കാരണമായേക്കാം. അതുകൊണ്ട്
സ്വത്തും മക്കളും ഉള്ളവരെല്ലാം ഭാഗ്യവാന്മാരാണെന്നോ അല്ലെന്നോ കണക്കാക്കുവാൻ വയ്യ. അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലത്തെ ഉന്നം വെച്ചും അതിനു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടും അവയെ ഉപയോഗപ്പെടുത്തുന്നവർ പരീക്ഷണത്തിൽ വിജയിക്കുകയും ഭാഗ്യവാന്മാരുമാകുന്നു. അല്ലാത്തവർ പരാജിതരും നിർഭാഗ്യവാന്മാരും തന്നെ. പലപ്പോഴും ഐഹിക നന്മയും പാരത്രിക നന്മയും തമ്മിൽ വൈരുദ്ധ്യമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ വരുമ്പോൾ മുൻഗണന നൽകേണ്ടത് ഏതിനാണ് എന്ന് അള്ളാഹു അതോടൊപ്പം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ പരീക്ഷണം വിജയകരമായി കലാശിക്കണമെങ്കിൽ സ്വത്തുമൂലവും മക്കൾ മൂലവും ലഭിച്ചേക്കുന്ന എല്ലാ ഐഹിക താൽപ്പര്യങ്ങളെയും വർജിക്കണമെന്നുണ്ടോ? അതില്ല. വലാ തൻസ നസീബക മിനദ്ദുനിയ, അഥവാ ഇഹത്തിൽ നിന്നുള്ളതിന്റെ പങ്ക് വിസ്മരിക്കുകയും വേണ്ട. സൂറത്തുൽ ഖസസ്. എന്നാൽ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർ ആരായിരിക്കുമെന്ന് അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. വചനം 16. ധനം മുഖേനയും മക്കൾ മുഖേനയുമുള്ള പരീക്ഷണങ്ങളിൽ വിജയം നേടുവാനുള്ള മാർഗങ്ങൾ ഇവയാണ്. 1. എല്ലാ വിഷയത്തിലും അവനവന് കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുക, അഥവാ അവന്റെ വിധിവിലക്കുകളെ അതിലംഘിക്കാതെയും അവന്റെ ശിക്ഷയെ സൂക്ഷിച്ചും കൊണ്ടിരിക്കുക. 2. ഓരോ വിഷയത്തിലും അള്ളാഹുവും അവന്റെ റസൂലും കൽപ്പിക്കുന്ന കൽപ്പനകളും നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളും കേട്ടുമനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക. 3. അതനുസരിച്ച് പ്രവർത്തിക്കുക. 4. അവനവന് യഥാർത്ഥത്തിൽ ഗുണകരമായി കലാശിക്കുന്ന വിഷയങ്ങളിൽ പരമാവധി ചിലവ് ചെയ്യുക. ഈ 4 കാര്യങ്ങളും വേണ്ടതുപോലെ ഗൗനിക്കുന്നവർക്ക് തങ്ങളുടെ മക്കളും സ്വത്തുക്കളുമെല്ലാം അമ്പിച്ച അനുഗ്രഹമായിരിക്കും. ഇല്ലെങ്കിലോ ശാപവും. എന്നാൽ ഇക്കാര്യങ്ങൾ ഗൗനിക്കപ്പെടുന്നതിന് ഏറ്റവും വലിയ വിഘാതമായി തീരുന്നത് മനസ്സിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു പൈശാചിക ദുർഗുണമത്രേ. അതെ, സ്വന്തം കയ്യിലുള്ളത് ചിലവാക്കുവാനുള്ള പിശുക്കും മറ്റുള്ളവരുടെ പക്കലുള്ളതുകൂടി ലഭിക്കുവാനുള്ള ആർത്തിയും. ഇതിനാണ് ശുഹ് എന്ന് പറയുന്നത്. ഏതൊരു ഹൃദയത്തിൽ ശുഹ് കുടികൊണ്ടിരിക്കുന്നുവോ ആ ഹൃദയത്തിന് മേൽ പ്രസ്താവിച്ച 4 കാര്യങ്ങളും യഥാവിധി സ്വീകരിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ശുഹിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് വിജയികൾ എന്ന് അള്ളാഹു പ്രത്യേകം ഉണർത്തിയിരിക്കുന്നത്. ശുഹിനെപ്പറ്റി സൂറത്തു ഹശർ 9-ാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചത് ഓർക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ മസ്തതാത്തും, അഥവാ നിങ്ങൾക്ക് സാധ്യമായത്ര എന്ന് ഉപാധി വെച്ചിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു. ഓരോരുത്തന്റെയും പരമാവധി കഴിവ് പോലെ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നു സാരം. സൂറത്തു ആലി ഇമ്രാൻ 102-ൽ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ഉദ്ദേശ്യവും ഇതുതന്നെ. അള്ളാഹുവിനോടുള്ള കടപ്പാട് പരിപൂർണമായി നിറവേറ്റുവാൻ മനുഷ്യർക്ക് സാധ്യമല്ലെന്നും സാധ്യതയുടെ അളവിൽ തന്നെ വ്യക്തികളെല്ലാം സമനിലക്കാരല്ലെന്നും വ്യക്തമാണല്ലോ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അഥവാ ഒരാളോടും തന്നെ ആ ആളുടെ കഴിവിനപ്പുറം അള്ളാഹു ശാസിക്കുന്നതല്ല എന്ന് അള്ളാഹു അസന്നിഗ്ധമായി പ്രസ്താവിച്ചിട്ടുണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നത്: ഇദാ അമർത്തുക്കും ബി അംരിൻ ഫഅ്തു മിൻഹു മസ്തതഅ്തും വമാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂഹ്. മുത്തഫഖുൻ അലൈഹി. അഥവാ നിങ്ങളോട് ഞാൻ വല്ല കാര്യവും കൽപ്പിച്ചാൽ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് സാധിക്കുന്നത്ര കൊണ്ടുവരുവീൻ. നിങ്ങളോട് ഞാൻ എന്തു വിരോധിച്ചുവോ അത് നിങ്ങൾ വർജിക്കുകയും ചെയ്യുവീൻ. ബുഖാരി, മുസ്ലിം. കൽപ്പിച്ചത് മുഴുവൻ ചെയ്യുവാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ വിരോധിച്ചത് വിട്ടുകളയുവാൻ സാധിക്കാതെ വരികയില്ലല്ലോ. അതുകൊണ്ടാണ് വിരോധിച്ചത് അപ്പടി വർജിക്കുക തന്നെ വേണമെന്ന് തിരുമേനി കൽപ്പിക്കുന്നത്. 17-18 വചനങ്ങളുടെ വിശദീകരണം. അള്ളാഹുവിന് നല്ല വിധത്തിൽ കടം കൊടുക്കുന്നതിനെപ്പറ്റി സൂറത്തു ഹദീദിൽ വിവരിച്ചിരിക്കുന്നത് ഓർമ്മിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഇന്നല്ലാഹ തആല യഖൂലു മൻ യുഖ്രിദു ഗൈറ ളലൂമിൻ വലാ അദീം. മുത്തഫഖുൻ അലൈഹി. അഥവാ അക്രമം ചെയ്യുന്നവനോ കൈവലഞ്ഞവനോ ഒന്നുമല്ലാത്തവന് കടം കൊടുക്കുന്നവർ ആരുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് എന്നു സാരം.